ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ട്രക്ക് ഡ്രൈവർ അർജുനനായുള്ള തിരച്ചിൽ അല്പസമയത്തിനകം പുനരാരംഭിക്കും. ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിലാണ് തീരുമാനം. ലോറിയുടെ സ്ഥാനം കൃത്യമായി മാർക്ക് ചെയ്ത ശേഷം പുഴയിലിറങ്ങി തിരച്ചിൽ നടത്താനാണ് നീക്കം. ഇതിലും നല്ലൊരു അനുകൂല സാഹചര്യം ഇനി നമുക്ക് ലഭിക്കുമെന്ന് അറിയില്ല. കാരണം അടുത്ത ആഴ്ച കഴിയുമ്പോഴേക്കും ഇനി കാലാവസ്ഥയിൽ വ്യതിയാനം സംഭവിക്കാനെല്ലാം ചാൻസ് ഉണ്ട്. ന്യൂനമർദ്ദങ്ങൾ കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് എന്ത് പറഞ്ഞാലും അനുകൂല സാഹചര്യം തന്നെയാണ്. മിനിഞ്ഞാന്ന് വരെ 5.6 നോട്ട് എന്നല്ല പറഞ്ഞത്. അപ്പോൾ ഇന്നലെ അത് 3 നോട്ടിൻ്റെ ബിറ്റ്വീൻ ആണ്. അതിനർത്ഥം അവരത് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഞങ്ങൾ അത്രയും മിനിഞ്ഞാന്നത്തെ വീഡിയോയിലും കണ്ട അത്രയും പ്രതിഷേധിച്ചതുകൊണ്ട് മാത്രമാണ് അപ്പം ഇവർ ഈ രീതിയിലേക്ക് മാറിയതെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഷിരൂരിൽ നിന്ന് പുതിയ വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ ചേരുന്നു. അരുൺ, ഈ പരിശോധനയ്ക്കുള്ള തയ്യാറെടുപ്പുകളായോ? എന്തൊക്കെയാണ് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ? വേണു, നിലവിൽ ഇപ്പോൾ നേവി സംഘത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇവിടെ. നിലവിൽ അർജുന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ ഇവിടെ നേരത്തെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. അർജുന്റെ സഹോദരനുണ്ട്, സഹോദരി, ഭർത്താവ് ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. നേവി സംഘം നേരത്തെ 9 മണിക്ക് എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. നിലവിൽ ഇപ്പോൾ ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് കാർവാറിൽ നിന്ന് നേവി സംഘം ഇതുവരെ പുറപ്പെട്ടിട്ടില്ല എന്ന വിവരമാണ് ലഭിക്കുന്നത്. എന്നാൽ അവർ ഇവിടെ അല്പസമയത്തിനകം തന്നെ അവിടെ നിന്ന് പുറപ്പെടും എന്നതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നേവി സംഘം ഇവിടെ എത്തിയാൽ ആദ്യഘട്ടത്തിൽ അവർ ചെയ്യുക പുഴയിലെ ഈ അടിയൊഴുക്ക് വീണ്ടും പരിശോധിക്കും. ഇന്നലെ വൈകിട്ട് നേവി സംഘം അടിയൊഴുക്ക് പരിശോധിച്ചിരുന്നു. 3 നോട്ട്സിന് താഴെയാണ് അടിയൊഴുക്ക് നിലവിലുള്ളത് എന്നതാണ് അതിനുശേഷം നടന്ന ഉന്നതതല യോഗത്തിൽ അവർ പങ്കുവച്ച വിവരം. അങ്ങനെയാണ് ഇതിൽ വീണ്ടും തെരച്ചിൽ പുനരാരംഭിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് ഈ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ എത്തിയത്. നേവിയുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് വീണ്ടും ഇവിടെ എത്തി ഈ പുഴയുടെ അടിയൊഴുക്ക് പരിശോധിക്കും. എന്നാൽ പുഴയിൽ ഇറങ്ങിയുള്ള തെരച്ചിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടാവില്ല. അതിനു മുമ്പ് തന്നെ ഈ റഡാർ പരിശോധനയിലേക്ക് കടക്കുമെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ലോറിയുടെ സാന്നിധ്യം, അതായത് നേരത്തെ തന്നെ 4 സ്പോട്ടുകൾ കണ്ടെത്തിയിരുന്നു ഈ ഡ്രോൺ പരിശോധനയിൽ ഉൾപ്പെടെ. ആ സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഈ റഡാർ പരിശോധന നടത്തുക. റഡാർ പരിശോധനയിൽ കൃത്യമായി ഈ ലോറി മാർക്ക് ചെയ്തതിന് ശേഷം അതിനുശേഷം ഈ രണ്ടാം ഘട്ടം എന്നോണം ഈ പുഴയിലിറങ്ങിയുള്ള ഡൈവിംഗ് പരിശോധനയിലേക്ക് കടക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ മൺതിട്ട, പുഴയുടെ നടുഭാഗത്തായുള്ള മൺതിട്ട, കരയിൽ നിന്നും ഏകദേശം 130 മീറ്റർ അകലെയുള്ള ആ മൺതിട്ടയുടെ ആ മേഖലയിലാണ് 4 സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ 4ാമത്തെ സ്പോട്ടാണ് അല്പം കൂടി ഇതിൻ്റെ സാന്നിധ്യം കൂടുതലായി ഉണ്ട് എന്ന് സംശയിക്കപ്പെടുന്നത്. അതായത് ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയത്. അവിടെ ആയിരിക്കും അവരുടെ പ്രധാനപ്പെട്ട ഇന്നത്തെ റഡാർ പരിശോധന ഉണ്ടാവുക. അതിനടിത്തട്ടിൽ ഈ ലോറി ഉണ്ട് എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണുള്ളത്. അതിൻ്റെ കൃത്യമായ ആ ലോറിയെ മാർക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന് അവർ പരിശോധിക്കും. അതിനുശേഷം കൃത്യമായൊരു സ്പോട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നീട് മറ്റ് തടസ്സങ്ങൾ ഉണ്ടാവില്ല. കാരണം നിലവിൽ പുഴയിലെ അടിയൊഴുക്ക് 3 നോട്ട്സിൽ താഴെയാണ്. അതിൽ മറ്റു മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം മഴ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്, തെളിഞ്ഞ കാലാവസ്ഥയാണ്. നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ വളരെ ശാന്തമായി ഒഴുകുന്ന ഒരു ഗംഗാവലി പുഴയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റ് കാലാവസ്ഥ അത്തരത്തിലുള്ള പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലവിലില്ല. എന്തായാലും നേവി ഇപ്പോൾ അർജുന്റെ സഹോദരി അഞ്ജു ടെലിഫോൺ ലൈനിലുണ്ട്. അഞ്ജു, നിങ്ങൾക്ക് ഈ തെരച്ചിൽ എപ്പോൾ തുടങ്ങുമെന്ന വിവരമാണ് കിട്ടിയിരിക്കുന്നത്? അഞ്ജു, കേൾക്കാമോ? അരുൺ പൂപ്പറമ്പയിലേക്ക് വീണ്ടും. അരുൺ, ഈ നേരത്തെ അർജുന്റെ ബന്ധു പറയുന്നുണ്ടായിരുന്നു ഇതിൽ പരിശോധനകൾ കൃത്യമല്ല, കാരണം ഇന്നലെയും ഇന്നുമൊക്കെ അടിയൊഴുക്കുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത കണക്കുകളാണ് വരുന്നത് എന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരാതി? അത്തരത്തിലൊരു പരാതിക്ക് കഴമ്പുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നേരത്തെ ആദ്യഘട്ടത്തിൽ ഈ ചീഫ് സെക്രട്ടറിയെയും അതോടൊപ്പം തന്നെ കർണാടക മുഖ്യമന്ത്രി ഓഫീസിലെ സ്പെഷ്യൽ ഓഫീസറെയും മഞ്ചേശ്വരം MLA AK മഷ്റഫ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ സമയത്ത് ജില്ലാ കളക്ടർ ഒരു റിപ്പോർട്ട്, അന്ന് വൈകിട്ട് തന്നെ ജില്ലാ കളക്ടർ നൽകിയ റിപ്പോർട്ടിൽ പുഴയിലെ അടിയൊഴുക്ക് 4 നോട്ട്സിലേക്ക് എത്തി എന്ന റിപ്പോർട്ടാണ് ജില്ലാ കളക്ടർ അന്ന് നൽകിയത്. അതിനുശേഷം ഷിരൂരിൽ മഴ പെയ്തിട്ടില്ല എന്നതാണ് സാഹചര്യം. എന്തെങ്കിലും ഒരു തരത്തിൽ അടിയൊഴുക്ക് കൂടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനുശേഷം രണ്ടാമതായി നൽകിയ റിപ്പോർട്ടിൽ 5.4 നോട്ട്സാണ് അടിയൊഴുക്ക് പറഞ്ഞിരുന്നത്. അങ്ങനെ എങ്ങനെയാണ് ആ ഒരു മാറ്റം ഉണ്ടായതെന്ന് സംബന്ധിച്ച് നിലവിൽ എന്തായാലും വ്യക്തതയില്ല. അതിനുശേഷം ഇന്നലെ നേവി നടത്തിയ ഈ പരിശോധനയിൽ, അതായത് അടിയൊഴുക്ക് പരിശോധിച്ച ഘട്ടത്തിൽ 3 നോട്ട്സിന് താഴെയാണ് ഈ അടിയൊഴുക്കുള്ളത്. ആ കാര്യം ഇന്നലെ ഉന്നതതല യോഗത്തിൽ നേവിയുടെ ഉദ്യോഗസ്ഥർ ആ വിവരം പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഈ തെരച്ചിൽ
പുനരാരംഭിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് അർജുന്റെ കുടുംബം പറയുന്നത് ഈ തെരച്ചിൽ നേരത്തെ തന്നെ പുനരാരംഭിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം, അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു. ബോധപൂർവമായിട്ടുള്ള ഒരു വൈകിപ്പിക്കൽ ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന അരുൺ തുടരുക. ഇപ്പോൾ അഞ്ജുന് കേൾക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. അർജുന്റെ സഹോദരി അഞ്ജു ടെലിഫോൺ ലൈനിലുണ്ട്. അഞ്ജുന് കേൾക്കാമോ? അഞ്ജുന് കേൾക്കാമോ? അഞ്ജു, ഈ നിങ്ങൾക്ക് അവിടുത്തെ ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? തെരച്ചിൽ രാവിലെ തുടങ്ങുന്ന രീതിയിലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇതുവരെ അവിടെ ആരും എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. തെരച്ചിൽ സംഘം എത്തിയിട്ടില്ല. പക്ഷെ ഇന്ന് തുടങ്ങുമെന്ന് തന്നെയല്ലേ അറിയിച്ചിരിക്കുന്നത്? അതെ, ഇന്ന് തുടങ്ങുമെന്നാണ് അറിയിച്ചത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ അടിയൊഴുക്കൊക്കെ ശക്തമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് നീട്ടിയിരുന്നത്. ആ കാര്യത്തിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയിരുന്നു? അത് നമ്മൾ അവിടുത്തെ വിഷ്വൽസ് ഒക്കെ കണ്ടപ്പോൾ തന്നെ അത് നമ്മുടെ നാട്ടിലൊരു പുഴയിലുള്ള ഒഴുക്കിന്റെ രീതിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. വെള്ളം ഒരുപാട് താഴ്ന്നു. പിന്നെ ഇപ്പൊ കണ്ട മൺചട്ടകളൊക്കെ ഒരുപാട് രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ വെള്ളം കുറഞ്ഞിട്ട് സൂചനയാണ്. ഇപ്പൊ ഹസ്ബൻഡ് പറഞ്ഞിട്ട് ഏകദേശം 2 മീറ്ററോളം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്. ഈ നേവി ഇന്നിപ്പോ ആ സംഘം എത്താൻ വൈകുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഉടൻ തിരച്ചിൽ തുടങ്ങുമെന്നാണോ ഈ താങ്കളുടെ ഭർത്താവ് അടക്കം അറിയിക്കുന്നത്? ഇപ്പൊ എല്ലാവരും ആശങ്കയിലാണ്. കാരണം രാവിലെ എത്തി തുടങ്ങുന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇപ്പം അവർക്ക് കൃത്യമായിട്ടുള്ള അപ്ഡേഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ കളക്ടറെ കോൺടാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇടത്തിന് ലൈനിൽ കിട്ടിയിട്ടില്ല പേര്. അല്ല, ഇന്ന് ഈ നേവി സംഘം എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് കിട്ടിയിട്ടില്ലേ? അങ്ങനെയാണ് നമുക്ക് ഇന്നലെയൊക്കെ കിട്ടിയിട്ടുള്ള വിവരം. പക്ഷെ ഇന്ന് ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. ഈ നേവി സംഘത്തിന്റെ പരിശോധന തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷ വെക്കുന്നത്? ആ സംഘം വരുന്നു, അതെ അതെ, പരിശോധന നടത്തുന്നു, കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെ അതെ. പക്ഷെ അഞ്ജു, അവിടെ ഇപ്പോ നമ്മൾ നേരത്തെ കാണുന്ന ഗംഗാവലി പുഴയല്ല ഇപ്പൊ ഈ ദൃശ്യങ്ങൾ കാണും. നേരത്തെ ഒരു മൺകൂനയൊക്കെ കാണാൻ കഴിയുമായിരുന്നുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല, പല മൺകൂനകൾ കാണാം. അപ്പോ ആ ഭാഗത്ത് അത്രയും നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്, വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡ്രഡ്ജിങ് അടക്കമുള്ള കാര്യങ്ങൾ വേണ്ടിവരും. അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ അവിടെ? ഇല്ല, നിലവിൽ അങ്ങനത്തെ സംവിധാനങ്ങളെ പറ്റിയിട്ടൊന്നും നമുക്ക് യാതൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. അവർ പറഞ്ഞത് ഇപ്പം അവിടെ സോണാർ വെച്ചിട്ട് ലോറി ആദ്യം ലൊക്കേറ്റ് ചെയ്തിട്ട് അതിനുശേഷം വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ അവർ കൊണ്ടുവരും. ജില്ലാ ഭരണകൂടം കൊണ്ടുവരുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ലോറി ലൊക്കേറ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നല്ലോ. ഈ അതിനകത്ത് വിദഗ്ധരടക്കം വന്നിട്ടാണ് അത് ചെയ്തത്. ഇപ്പൊ ഈ നേവി സംഘം തന്നെ അത് ചെയ്യുമെന്നാണോ? നേവിയാണ് അത് ലൊക്കേറ്റ് ചെയ്യുന്നുള്ള രീതിയിലാണ് ഇപ്പൊ കിട്ടിയത്. കൃത്യമായി അത് ചെയ്യാൻ കഴിയുമെന്നാണോ അവർ പറയുന്നത്? എനിക്കെല്ലാം അവർ വന്നാലേ നമുക്ക് ബാക്കി അറിയുള്ളൂ. ഇറങ്ങുന്നില്ല, ഡൈവ് ചെയ്യില്ല എന്നൊരു ഇത് പറയുന്നുണ്ടായിരുന്നു. ശരി, നന്ദി പ്രതികരിച്ചതിന്. അരുൺ പോപ്രമ്പ തുടരുന്നുണ്ട്. അരുൺ, ഈ ഡ്രഡ്ജിങ് അടക്കമുള്ള കാര്യങ്ങൾ വേണ്ടി വരുമെങ്കിൽ അതിനൊക്കെയുള്ള ഒരുക്കങ്ങൾ അവിടെ ഉണ്ടോ? വേണു, നിലവിൽ ഡ്രഡ്ജിങ്ങിന് എന്തെങ്കിലും ഒരു സംവിധാനം ഇവിടെ എത്തിച്ചിട്ടില്ല. നേരത്തെ ജില്ലാ ഭരണകൂടം അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അതിൽ ഈ പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞാൽ, അതായത് 3.5 നോട്ട്സിലേക്കൊക്കെ അടിയൊഴുക്ക് എത്തിയാൽ ഈ ഡ്രഡ്ജിങ് സംവിധാനം തൃശ്ശൂരിൽ നിന്ന് എത്തിക്കാൻ സാധിക്കും. അവരുടെ ടെക്നിക്കൽ സംഘം ആ രീതിയിലാണ് ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തിന് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. നിലവിൽ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ, നേരത്തെ വേണു സൂചിപ്പിച്ച പോലെ തന്നെ, നിലവിൽ ഈ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തി, അല്ലെങ്കിൽ സംശയിക്കുന്ന ഡ്രോൺ പരിശോധനയിൽ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുള്ള ആ ഭാഗത്ത് വലിയ മൺകൂനയുണ്ട്. പുഴയുടെ അടിത്തട്ടിലും മണ്ണ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായും അവിടെ ഒരു തെരച്ചിൽ സാധ്യമാകണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ ഡ്രഡ്ജിങ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിയാൽ മാത്രമേ വളരെ സുഗമമായി ഈ തെരച്ചിൽ നടത്താൻ കഴിയുകയുള്ളൂ. നിലവിൽ ഇവിടെയുള്ള പ്ലാൻ എന്ന് പറയുന്നത്, നേവി സംഘം ഇവിടെ എത്തുന്നു. നേവി സംഘം എത്തിക്കഴിഞ്ഞാൽ അവർ ഇതിൽ റഡാർ പരിശോധന പറയുമ്പോൾ പുഴയിലിറക്കിയുള്ള പരിശോധനയ്ക്ക് സോണാർ സംവിധാനം എന്നാണ് അത് പറയുക. സോണാർ പരിശോധന നടത്തുന്നു. സോണാർ പരിശോധനയിൽ നിലവിൽ ഈ 4 സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുക. ആ സ്പോട്ടിൽ ഇത് കൃത്യമായി ലോറി മാർക്ക് ചെയ്യാൻ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് അവർക്ക് പങ്കുവെക്കുന്നത്. അതിനുശേഷം 2ാം ഘട്ടത്തിൽ മാത്രമേ അവർ ഡൈവ് ചെയ്യൂ എന്ന് അവർ ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ്. അത് കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്തതിനു ശേഷം മാത്രമേ ഡൈവിംഗ് എന്ന നടപടിയിലേക്ക് അവർ കടക്കുകയുള്ളൂ. ആദ്യഘട്ടത്തിൽ എത്തിയതിനു ശേഷം ഈ പുഴയിൽ ഇറങ്ങിയുള്ള തെരച്ചിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടാവില്ല എന്ന് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും നേവി സംഘം ഇവിടെ എത്തിയിട്ടില്ല എന്നത് എടുത്തു പറയണം. കാരണം 9 മണിക്കാണ്, രാവിലെ 9 മണിയോടെ ഇവരുടെ തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് ഇന്നലെ ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നു. ഉന്നതതല യോഗത്തിലും അവർ അത്തരമൊരു തീരുമാനമാണ് അതിനുശേഷം നമ്മോട് പങ്കുവച്ചത്. 9 മണി മുതൽ തന്നെ ഇവിടെ എല്ലാവരും കാത്തിരിപ്പുണ്ട്. അതായത് ഇവിടുത്തെ പോലീസ് സംഘം, ലോക്കൽ പോലീസ് സംഘം ഉൾപ്പെടെയുണ്ട്. പക്ഷേ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പുതിയ അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല. അവർ നേരത്തെ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് നേവി സംഘം ഉടൻ ഇവിടെ എത്തുമെന്നതാണ്. നമ്മൾ
നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇതുവരെ കാർവാറിൽ നിന്ന് നേവി സംഘം പുറപ്പെട്ടിട്ടില്ല എന്നാണ്. പക്ഷേ കാർവാർ ഇവിടുന്ന് ഏറെ ദൂരെയല്ല, അടുത്താണ്. അതുകൊണ്ട് തന്നെ ഉടൻ എത്തുമെന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. അരുൺ പൂപ്പറമ്പാണ് ശിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.